വാഴാനിപ്പുഴയ്ക്ക് കുറുകെ ശോചനീയാവസ്ഥയിലായ പത്തൽ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തി കുമ്പളങ്ങാട് നിവാസികൾ. മഴയിൽ ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന കുത്തിയൊലിക്കുന്ന വാഴാനിപ്പുഴയ്ക്ക് കുറുകെ അപകടക്കെണിയായ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് വലിയൊരു വിഭാഗം ജനത. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് KPN നഗറിൽ നിന്നും എരുമപ്പെട്ടി പഞ്ചായത്തിലെ വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ കാഞ്ഞിരക്കോട് തോട്ടുപാല പരിസരവുമായി ബന്ധിപ്പിക്കുന്ന എളുപ്പവഴിയാണ് 3 കവുങ്ങുകൾ വീതം നീളത്തിൽ പുഴയ്ക്ക് കുറുകെയിട്ട താൽക്കാലിക പാലം. ഇതുവഴിയല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കൃഷിയിടത്തിലേക്കും മറ്റും എത്താനുള്ള കർഷകർ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ മാറി സഞ്ചരിക്കേണ്ടി വരും എന്നതാണ് സ്ഥിതി. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ഇരു കരകളിലുമുള്ളവർ പറയുന്നു. പാലം എന്നാണ് ഇവിടെ പണി കഴിപ്പിച്ചത്, ഏതു കാലഘട്ടത്തിലാണെന്നതിനെക്കുറിച്ച് വയോധികർ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായ ധാരണയില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ പ്രളയകാലത്ത് പുഴ കര കവിഞ്ഞ് പാലം പുഴയെടുത്തിരുന്നു. പിന്നീട് വീണ്ടും പുനഃസ്ഥാപിച്ചു. മുൻ വർഷങ്ങളിൽ നഗരസഭ ഇടപെട്ട് വേനലിൽ അറ്റകുറ്റപ്പണികൾക്ക് സഹായം നൽകിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് കർക്കിടത്ത് ശിവക്ഷേത്രത്തിന് സമീപത്തെ പത്തൽ പാലമാണ് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കാർഷിക ആവശ്യത്തിനു വേണ്ടി മറ്റും സഞ്ചാരയോഗ്യമായി ഉപയോഗിച്ചിരുന്ന പാലമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രദേശവും ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശവും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലത്തിൽ കൂടെ നടന്നാൽ പഴയകാലത്ത് നടന്ന് നേരെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലേക്ക് എത്തിപ്പെടാം. തോട്ടുപാലത്തിന് സമീപം എത്തിപ്പെടാവുന്ന റോഡും ഉൾപ്പെടെ. പണ്ട് ഇത് രണ്ട് സൈഡ് ഇരുവിഭാഗവും പാടശേഖരങ്ങളായിരുന്നു. അത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരുന്നു. അത് മാറ്റം വരുത്തിക്കൊണ്ട് 12 മീറ്റർ വീതിയിൽ റോഡ് ഒരു ഭാഗത്തെത്തുകയും മറ്റേ ഭാഗത്ത് ഏകദേശം ധാരണയായി റോഡിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമെന്ന രീതിയിൽ ഇത് നിരന്തരമായ ആവശ്യം, രണ്ടും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഒക്കെ വിട്ട് റോഡായി സംവിധാനമായപ്പോൾ ഇപ്പോൾ പാലം വേണമെന്നുള്ള അടിസ്ഥാന ആവശ്യത്തിലേക്ക് എല്ലാ സജ്ജീകരണങ്ങൾക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മൾ നവകേരള സദസ്സിൽ ഇത് ജനകീയ കൂട്ടപരാതി ഒരു നിവേദനം നൽകുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഒപ്പം പുഴ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വടക്കാഞ്ചേരി പുഴ നവീകരിക്കുന്ന ഭാഗത്ത് 10 കോടി ചിലവിട്ട് പുഴ നവീകരിക്കുന്നുണ്ട്. അതിൽ ഈ പാലം നിർമ്മാണം ഉൾപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്.